ഹലോ, അപ്പൊ എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മുംബൈയിൽ ചെറിയൊരു എന്താ പറയണേ ക്രിസ്മസിന് വേണ്ടിയുള്ള ചില ഒരുക്കങ്ങളൊക്കെ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതിന്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ. കുറച്ചേ ഉള്ളത് കൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണണേ പ്ലീസ്. അപ്പൊ ഇതിന്റെ നമ്മളിന്ന് ട്രീ സെറ്റ് ആക്കാൻ വേണ്ടി കടയിലോട്ട് പോയതാണ് കേട്ടോ. കുറെ ദിവസമായിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, കടയിൽ പോയി ട്രീ ഇടണം, കടയിൽ പോയി ട്രീ ഇടണം. അങ്ങനെ കടയിൽ ഇന്നാണ് എനിക്ക് ആ ഒരു സമയം തന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു റിസപ്ഷൻ ചെറിയൊരു ടേബിൾ ഉണ്ട്, അതിന്റെ ഫ്രണ്ടിലൊക്കെ കൊണ്ട് വെക്കാന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ഇതിന് മുകളിൽ. അപ്പൊ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞ് താഴെ ചാടുന്നു പറഞ്ഞു, ഫാനിന്റെ കാറ്റൊക്കെ അടിക്കുമ്പോൾ താഴെ വീഴുന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഈ ഒരു മൂലയിലാണ് തന്നത് കേട്ടോ. സത്യത്തിൽ എനിക്ക് ഈ മൂലയിൽ വെക്കാൻ ഒട്ടും മനസ്സിലായിരുന്നു, കാരണം എന്റെ മനസ്സിൽ ഇങ്ങനെ കയറി വരുമ്പോഴേ ആൾക്കാരെ കാണണം എന്നുള്ള ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്നറിയാലോ, പഠിച്ചിരി ഇടുങ്ങിയ ഒരു സ്ഥലമായിരിക്കും. ആ സ്ഥലത്ത് നമ്മൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം. അതുകൊണ്ട് തന്നെ പിന്നെ ഇതൊക്കെ വെച്ച് ഞാനങ്ങ് തൃപ്തി അടഞ്ഞു കേട്ടോ. സാരമില്ലാന്ന് വിചാരിച്ചു, ഈ മൂലയിൽ അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ട്രീ നിന്ന് സെറ്റ് ആക്കുവാണ് കേട്ടോ. കൂടെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള റോബിന് പപ്പയും കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിൽ എല്ലാ സെറ്റൊക്കെ ആക്കി വെച്ചോണ്ട് അപ്പോഴാണ് നമുക്ക് സർപ്രൈസ് ആയിട്ട് നമ്മുടെ സുബിന്റെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ നമുക്കൊരു കേക്കും കൊണ്ടാണ് കേട്ടോ, മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയൊരു കേക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല സൂപ്പർ കേക്കായിരുന്നു വെച്ചോ. നല്ല ഏതായിരുന്നു ഫ്ലേവർ, എന്താ പറയുക, ബട്ടർ സ്കോച്ച് കൊടുത്ത സാധനമായിരുന്നു. സൂപ്പർ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ കേക്ക് ഇവിടെ ഞങ്ങളും അതുപോലെ തന്നെ പപ്പയും മമ്മിയും എന്താ പറയണ്ടത് എന്ന് വെച്ചാൽ റോബിന്റെ പപ്പയും മമ്മിയും റോബിനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മമ്മിക്ക് ഇവിടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആയുർവേദ സെന്റർ ആണല്ലോ, അപ്പോൾ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിനുവേണ്ടി വന്നായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി കേക്കൊക്കെ കഴിച്ചു. അപ്പോൾ ഫൈനലി നമ്മുടെ ട്രീ ഇതാണ് കേട്ടോ. അപ്പോൾ ട്രീയുടെ ഒരു സൗന്ദര്യം ഞാൻ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊച്ചു സ്ഥലമുള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ സെറ്റൊക്കെ ആക്കി വെക്കുമ്പോൾ ഒരു സന്തോഷം. വെളിയിലും സ്റ്റാറും ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലൈറ്റൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി കൊടുത്തു. അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് കേക്ക് അവിടെ ഉപയോഗിച്ച നിലയിലായിരുന്നു. അപ്പോൾ റോബിൻ ഇതിന്റെ ആ റോളങ്ങ് ഏറ്റെടുത്തു കേട്ടോ. റോബിന് ഈ കേക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സ്വീറ്റ്സ് ഒക്കെ. അപ്പം മമ്മി എവിടെ നിന്നുകൊണ്ട് വഴക്ക് പറയുന്നുണ്ട്, മതിയടാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പുറത്തുകൊണ്ട് ആ കേക്കൊക്കെ കഴിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അവൻ കഴിച്ചോട്ടെ, കാരണം അല്ലേ വേസ്റ്റ് ആയി പോലെ, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പൊ അവസാനമാണ് സാറ് കണ്ടത് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത്. അപ്പൊ അവിടെ ചിരിച്ചുകൊണ്ട് അങ്ങനെ പോയി കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ അവൻ നമ്മളോട് പറഞ്ഞു നമുക്കെന്നാൽ വെളിയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഞാൻ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെളിയിൽ പോയി നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച മമ്മിയും പപ്പയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ വെളിയിൽ ആദ്യം വേറൊരു ഹോട്ടലിൽ പോയി കേട്ടോ. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഹോട്ടലൊക്കെ കഴുകി തുടയ്ക്കുന്ന സീനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് വേറെ വണ്ടി പിടിച്ച് വേറെ ഹോട്ടലിൽ വന്നു. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഇരുന്ന പൊസിഷനൊന്നും ശരിയല്ല എന്നതുകൊണ്ട് നല്ല രീതിയിലൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ എടുത്ത കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെറുതായിട്ട് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ ആദ്യം കഴിച്ചു എനിക്ക് തോന്നുന്നു, എന്തോ ചിക്കൻ്റെ എന്തോ 65 അങ്ങനെ എന്തോ ഒരു മസാലയായിരുന്നു. പിന്നെ ഇത് ഈ പപ്പട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ പപ്പടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ഞാനത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ ഇരുന്ന് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ എടുത്തു. പിന്നെ വേണ്ടി ഇതെന്തായിരുന്നു, പ്രോൺ മസാല ഫ്രൈ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കെന്തോ മസാലയിലൊക്കെ ഒരു പച്ചച്ചൊവ ഫീൽ ചെയ്ത പോലെ. ബാക്കിയൊക്കെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ പ്രോൺസിൻ്റെ സാധനങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പോൾ പപ്പയും മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കും കൂടെ ഒക്കെ ഒരു സന്തോഷം ആയിക്കോട്ടെ എന്ന് ഓർത്ത് അങ്ങനെ അവരെയും കൊണ്ടൊന്ന് വെളിയിൽ റോബി വന്നാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളെല്ലാവരും കൂടെ ആകുമ്പോൾ രസമല്ലേ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിന് ഇനി എന്ത് പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഇതിന് ആലോചിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. എൻ്റെ കൺമഷിയെല്ലാം പടർന്നിരിക്കുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ മായ്ക്കാനൊന്നും കഴിഞ്ഞിട്ട് ശരിയാകത്തില്ല, പോകത്തില്ലെന്നറിയാം. പിന്നെ ബട്ടർ നാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബട്ടർ നാൻ പിന്നെ നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ഞാൻ നമ്മളെവിടെ പോയാലും വാങ്ങിക്കും. പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. അങ്ങനെ ബട്ടർ നാൻ അല്ല, ഇപ്രാവശ്യം നമ്മൾ ഗാർലിക് നാനാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് നാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും ഈ ചിക്കൻ്റെ ഈ സംഭവത്തിന്റെ പേര് ചിക്കൻ ഹഡ്ഡിയോ അങ്ങനെ എന്തോ സാധനമായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ആ ഗ്രേവി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ പ്രോൺസിൻ്റെ എന്തോ ഒരു മസാല കറി ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അങ്ങനെ ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ എൻ്റെ മുഖത്തോട്ട്, മറ്റേ കറി എനിക്ക് ഓക്കെയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എങ്ങനെ ഇത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കുന്നറിയാതെ എങ്ങനെയൊക്കെയോ കാണിച്ച് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. കാരണം നമ്മൾ ഇരുന്നത് ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നെങ്കിൽ നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെ കഴിപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാരമൽ പുഡിംഗ് ആയിരുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ എല്ലാവരും കൂടെ ഈ കാരമൽ പുഡിംഗ് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ അടുത്ത സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോട്ട് ചോക്ലേറ്റ് ബ്രൗണി. ഇതിനധികം തണുപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു കഴിക്കാനൊക്കെ ആയാലും. അടുത്ത് നമ്മൾ ഹോട്ടായിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി ഓർഡർ ചെയ്തു. ഇതും നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ എനിക്കെന്തോ ചെറിയൊരു തലവേദന പോലെ ഫീൽ ചെയ്തു. കാരണം നമ്മുടെ ഈ ഡാർക്ക് ചോക്ലേറ്റ് അല്ലേ, അത് കാരണം നമുക്ക് പെട്ടെന്നൊരു തലവേദന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം
നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒത്തിരി സമയം എടുത്തു കേട്ടോ. നമ്മളിതെല്ലാം കഴിച്ച് റൂമിൽ ഏകദേശം എത്തിയപ്പോൾ തന്നെ എനിക്കൊന്ന് 12 എങ്ങാണ്ടായി. ഫുഡൊക്കെ ഓരോന്നോരോന്ന് കിട്ടാനും നല്ല താമസമായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രൗണിയും കുന്തവും ഒക്കെ കഴിച്ച് നമ്മളിനി അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കഴിപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നൊരു ദിവസം ഇതിൻ്റെ ഒരു സന്തോഷം ഇതൊക്കെയായിരുന്നു. അങ്ങനെ ഒരു ട്രീ വെക്കാൻ പോയതിൻ്റെ പേരിൽ ഇങ്ങനെ വെളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ വീടിനടുത്ത് എത്താറായി. നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളായിരുന്നു, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതെടുത്തപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് ചുമ്മാ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മുമ്പേ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ബൈ.